ഗിർ ഫോറസ്റ്റിൽ കൂടെ നമ്മളൊരു ട്രെയിൻ യാത്ര നടത്താൻ പോകാണ്ട് ഒരു മീറ്റർ ഗേജ് ട്രെയിൻ യാത്ര നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വെരാവൽ ജംഗ്ഷന് മുന്നിലാണ്. വെരാവൽ നിന്നും ജുനഗഡ് വരെ പോകുന്ന ഒരു മീറ്റർ ഗേജ്, പണ്ടത്തെ നമ്മുടെ ബ്രൗൺ കോച്ചൊക്കെയുള്ള മീറ്റർ ഗേജ് ട്രെയിനിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. ആ വണ്ടി പോകുന്നത് ഗിർ ഫോറസ്റ്റ് വഴിയാണ്. അപ്പോൾ പുതിയൊരു വെറൈറ്റി ട്രാവൽ എക്സ്പീരിയൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ ആ മീറ്റർ ഗേജ് ട്രെയിനിൽ കയറാനുള്ള ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. വെരാവൽ ടു ജുനഗഡ് ജംഗ്ഷൻ 115 കിലോമീറ്റർ ഉണ്ട്. 30 രൂപയാണ് ആയത്. പാസഞ്ചർ ട്രെയിനാണ്, അതാണ് ഓർഡിനറി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാ കിടക്കുന്നത് നമ്മുടെ മീറ്റർ ഗേജ് ട്രെയിൻ. എന്താ ഭംഗി നോക്കി. ഞാൻ ആദ്യമായിട്ടാണ് മീറ്റർ ഗേജ് ട്രെയിനിൽ കയറാൻ പോകുന്നത്. ബ്രൗൺ കളറിലേക്ക് പണ്ടത്തെ ആ ഒരു സ്റ്റൈലോ പൊളി. ഈ വണ്ടി ഗിർ ഫോറസ്റ്റിനകത്തോടാണ് പോകുന്നത്. ആലോചിച്ച് നോക്കിയിരിക്കണ്. എൻ്റെ പോലെ ഒരു ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. എന്താല്ലേ, ആരും ഇല്ല ഇതിനകത്തൊന്നും. ആൾക്കാരൊക്കെ കയറുമായിരിക്കും, എനിക്കറിയത്തില്ല. ഞാൻ ഇതിനു മുമ്പ് നാരോ ഗേജ് ട്രെയിനിലാണ് കയറിയിട്ടുള്ളത്. മീറ്റർ ഗേജ് ട്രെയിൻ ഇത് ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇതിനകത്ത് കറണ്ടൊന്നും ഇല്ലേ. 6:15 ഈ വണ്ടി വിടുന്നത്. നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ പോയിരിക്കാം, അല്ലെങ്കിൽ എവിടെയും കയറാം. അപ്പോൾ ഇതിൻ്റെ SLR ഉണ്ട്, നടുക്കാണ് SLR. ഗാർഡൊക്കെ ഇരിക്കുന്ന നടുക്കാണേ. അപ്പോൾ നമുക്കിതിൻ്റെ ലോക്കോ കാണാം. ഇത് മീറ്റർ ഗേജ് ഡീസൽ ആൽക്കോ ലോക്കോമോട്ടീവ് ആണ്. ഇതിൻ്റെ പേര് YDM4 എന്നാണ് കേട്ടോ. ഈ YDM4 Y എന്ന് വെച്ചാൽ മീറ്റർ ഗേജിനാണ് സൂചിപ്പിക്കുന്നത്. ബാക്കിയൊക്കെ സെയിം ആണ്. ഡീസൽ, M എന്ന് വെച്ചാൽ ഗുഡ്സിനും പാസഞ്ചറിനും യൂസ് ചെയ്യാം. അപ്പോൾ സാബർമതി ഷെഡിൻ്റെ ഒരു ലോക്കമാണിത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്നത് ഇവിടെ തന്നെയാണ്, വെരാവലിനാണ്. പിറ്റ് ലൈനൊക്കെയാണ് കാണുന്നത് കേട്ടോ. ആ മീറ്റർ ഗേജ് ട്രെയിന് മെയിൻ്റനൻസ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് അതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ. ഈ ഭാഗമൊന്നും ലൈനൊന്നുമില്ല, ഇതൊക്കെ ഡീസലാണ് കേട്ടോ. മീറ്റർ ഗേജ് ട്രാക്ക് നിങ്ങൾ കണ്ടോ, നമുക്ക് കുഞ്ഞ ട്രാക്ക് നോക്കിയേ. നാരോ ഗേജ് എന്ന് പറയുമ്പോൾ ഇതിനെക്കാട്ടും ചെറുതായിരിക്കും. അപ്പോൾ ഈ വണ്ടി ശരിക്കും പോകുന്നത് വെരാവലിന് ജുനാഗഡ് പോകും. എന്നിട്ട് അവിടെ നിന്ന് ചലാനാൽ എന്ന സ്ഥലത്തേക്ക് സ്പെഷ്യൽ ട്രെയിനായിട്ട് പോകും. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് വെരാവൽ വരും. അപ്പോൾ ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് പറയാം. നമുക്ക് വണ്ടിക്കകത്ത് കയറാം. വണ്ടിക്കകത്ത് ഇതാണെന്ന് തോന്നുന്നു ലൈറ്റ് നോക്കിയാൽ, മഞ്ഞ ലൈറ്റാണെന്ന് തോന്നുന്നു. അമ്മേ, അയ്യോ ഇത് പൊളിച്ച് കേട്ടോ, ഒരു രക്ഷയില്ല. നോക്ക്, കീട്ടില പക്ക പഴയ ടൈപ്പ് കണ്ടോ. എന്താ അല്ലേ, അത് ഈ ക്യാമറയിൽ ഇത്ര മഞ്ഞ എടുത്ത് കാണുന്നില്ല, പക്ഷെ നമ്മൾ നേരത്തെ കാണുമ്പോൾ എനിക്ക് അറിയാമല്ലോ, അത്യാവശ്യം നല്ല മഞ്ഞ കളറുണ്ട്. ഇതിനകത്ത് ഇത്ര ഉള്ള വെട്ടം കേട്ടോ. പിന്നെ ഇവിടുത്തെ റെയിൽവേ സ്റ്റാഫ് ഒന്നും അത്ര കോപ്പറേറ്റ് ഒന്നുമില്ല. ഞാൻ ചുമ്മാ അതിൻ്റെ മുന്നിൽ പോയി ഒരു ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ ആ LP അയാൾ ദേഷ്യപ്പെട്ട് എന്നോട് ഏതാണ്ട് ആക്രമിക്കാൻ വരുന്ന പോലത്തെ ആറ്റിറ്റ്യൂഡായിരുന്നു. ഒരുമാതിരി ഇത്രയും നല്ലൊരു അടിപൊളി സാധനം എടുക്കും പോകുമ്പോൾ ഒരു ഫോട്ടോ എടുത്തതിനിപ്പോൾ എന്താ, ഞാൻ വീഡിയോ പോലും എടുത്തില്ല. നിങ്ങൾ കണ്ടില്ല വീഡിയോ ഒന്നും. ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ എന്തോ ഇതൊക്കെ എനിക്കറിയില്ല, എന്തോ ആൾക്കാരൊക്കെയായിരുന്നു. ഒരുമാതിരി ഫസ്റ്റ് മൂഡ് തന്നെ പോയി. ഞാൻ ചലാലൊക്കെ പോകണമെന്ന് വെച്ചിരിക്കുമായിരുന്നു. നോക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള മൂഡനുസരിച്ചിരിക്കും. വെട്ടമില്ല, തീരെ ഒട്ടും വെട്ടമില്ല. നിങ്ങൾക്കറിയാമല്ലോ, തടി സീറ്റാണിത്. ഇത് മറ്റേ കുഷൻ പോലില്ല, തടിയാണ് കേട്ടോ. നമുക്ക് ഫുള്ള് തടിയാണ്. ഇതിലാകെ ഈ കോച്ചിൽ 1, 2, 3, 4, 5 വെട്ടമേ ഉള്ളൂ. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ വെട്ടമൊന്നുമില്ല. എന്താ അല്ലേ, വെട്ടം വരണമെങ്കിൽ പുറത്ത് വെട്ടം വരണേ തന്നെ ഏകദേശം ഒരു 6:45 ആവും. ഇത് കണ്ടോ, 2001 ഉണ്ടാക്കിയ കോച്ചാണ്. ഇപ്പോൾ 2001, 25 കൊല്ലം പഴക്കമുള്ള കോച്ച്. ഇതിൽ 2 ഫാനൊക്കെ ഉണ്ട്, പക്ഷേ കറങ്ങുന്നുണ്ടെങ്കിൽ സ്പീഡൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് ഇരിക്കാൻ കേട്ടോ. തടി സീറ്റാണ്, അറിയാമല്ലോ, തടി സീറ്റാണ്. അമ്മേ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു മീറ്റർ ഗേജ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. കൊള്ളാം. ഈ റൂട്ട് ശരിക്കും ജുനാഗഡിൽ നിന്ന് അമ്രേലി വരെയുള്ളൊരു റൂട്ടാണ്. അമ്രേലി എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലുള്ള ഈ സൗരാഷ്ട്ര റീജിയനുള്ള സ്ഥലമാണ്. ഈ റീജിയനൊക്കെ സൗരാഷ്ട്ര റീജിയൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അമ്രേലി വരെ ഇപ്പോൾ പോകത്തില്ല. ഗേജ് കൺവേർഷൻ്റെ ഭാഗമായിട്ട് എന്തോട്ട് അടച്ചിട്ടേക്കുവാണ്. നമ്മൾ ഈ പോകുന്ന ഈ ഭാഗമൊക്കെ ഗിർ ഫോറസ്റ്റ് റേഞ്ചാണ്. അതായത് ഏഷ്യാറ്റിക് ലയൺസിൻ്റെ ഒരു തട്ടകമാണ് ഈ ഗിർ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഗുജറാത്തിൽ. അപ്പോൾ ഈ ഗിർ ഫോറസ്റ്റിന് അകത്തോടാണ് നമ്മൾ ഈ പോകുന്നത്. സാസൻ ഗിർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനൊക്കെയാണ്, ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ വണ്ടിക്ക് സ്റ്റോപ്പുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങിയാൽ നമുക്ക് ഈ ഗിർ ഫോറസ്റ്റിൽ സഫാരിക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഈ സാസൻ ഗിർ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് 2-3 ജംഗ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പം കറൻറ്റ്ലി ഓപ്പറേറ്റിങ് ഈ റൂട്ടിൽ ഇപ്പോൾ രാവിലെ വെരാവൽ എന്ന് പറഞ്ഞ ജുനാഗഡിലേക്കുണ്ട്. പിന്നെ ജുനാഗഡിൽ നിന്ന് രാവിലെ 8 മണിക്ക് വെരാവലിലേക്ക് ഒരു പാസഞ്ചർ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഒരു ക്രോസിംഗ് കാണും. പിന്നെ ഈ വണ്ടി ജുനാഗഡ് പോയിട്ട്
ഇത് 10:25 10:40 ഈ വണ്ടി തിരിച്ച് ചലാലയ്ക്ക് പോകും. ചലാല എന്ന സ്ഥലമുണ്ട്. അത് ഈ അവിടെ നിന്ന് ഏതോ ഒരു ബ്രാഞ്ച് ലൈൻ കയറി അകത്തോട്ട് പോകുന്നൊരു സ്ഥലമാണ്. എന്നിട്ട് അവിടെ ഉച്ചയ്ക്ക് 2:30 എത്തിയിട്ട് 2:40 തിരിച്ചെടുത്തിട്ട് വൈകിട്ട് 5:30 ഇത് ജുനാഗഡ് എത്തും. അങ്ങനെയാണിത് ഇപ്പോൾ ടൈമിംഗ് വരുന്നത്. എന്നിട്ട് ആ വണ്ടിയാണ് അടുത്ത ദിവസം രാവിലെ വെരാവലിലേക്ക് വരുന്നത് ജുനാഗഡിൽ നിന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ഓടുന്നത്. പിന്നെ ഈ വെരാവലിന് ദൽവാഡ എന്ന സ്ഥലത്തേക്കും ഒരു ട്രെയിൻ ഉണ്ട്. ഈ ദൽവാഡ എന്ന് പറയുന്നത് നമ്മുടെ ദാമൻ ആൻഡ് ദിയു യൂണിയൻ ടെറിട്ടറി ഇല്ലേ, അതിൽ ദിയുവിനടുത്തുള്ള സ്ഥലമാണ് ഈ ദൽവാഡ എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് വേറെ റൂട്ടാണ്. അത് കുറച്ച് പ്ലെയിൻ ലാൻഡാണ്. ഞാൻ ആ റൂട്ട് പോയില്ല. അത് പോയിട്ട് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഇവിടെ നിന്ന് വരാവുന്ന ഉച്ചയ്ക്ക് 2 മണിക്കാണുള്ള വണ്ടി. അത് ദൽവാഡ എത്തുന്ന വൈകിട്ട് 6 മണി അടുപ്പിച്ചാണ്. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് അതുപോലെ സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ റൂട്ട് എടുക്കാതെ ഈ ഗിർ ഫോറസ്റ്റിനകത്തോടുള്ള ഈ റൂട്ട് എടുത്തത്. അപ്പോൾ ഇതാണ് കുറച്ച് പോപ്പുലർ റൂട്ട്. പക്ഷേ ഇവിടുത്തെ ഇത് ഇത്ര അടിപൊളി റൂട്ടായിട്ടും ഇതൊരു ഹെറിറ്റേജ് ആക്കാനുള്ള ശ്രമമൊന്നുമില്ല. എന്തൊക്കെയോ ഇവിടെ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇവർ ഈ ഫോട്ടോ എടുക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞത്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് കണ്ടൊന്നുമില്ല. ഒരു ഫോട്ടോ എടുക്കാൻ മുന്നിൽ പോയപ്പോൾ ഉടനെ പുള്ളി ഏതാണ്ട് ട്രെയിൻ ഏതാണ്ട് ചെയ്ത പോലെ പുള്ളി എന്നോട് ഭയങ്കര ദേഷ്യപ്പെട്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്തോ ആണ് ഒരുമാതിരി എനിക്കറിയില്ല എന്തോ ആൾക്കാരൊക്കെ. അന്ന് നമ്മൾ ആരോഗ്യ ബില്ലിമോര വകയൊക്കെ പോകുമ്പം ആ അസിസ്റ്റൻ്റൊക്കെ പോയാലൊക്കെ പുള്ളിയുടെ ഫോട്ടോ എടുക്കുന്നതും പറഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞറിയാം. ഇത് എന്തോ എനിക്കറിയത്തില്ല എന്തോ ആൾക്കാരൊക്കെയാണ്. ഈ റൂട്ട് ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ കവർ ചെയ്യാൻ വേണ്ടി. കാരണം ഇത് ഗേജ് കൺവേർഷൻ്റെ ഭാഗമായിട്ട് ഇത് ബ്രോഡ് ഗേജ് ആക്കും. അപ്പോൾ അതിനെതിരെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ആക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇത് ഒത്തിരി ഇന്നർ ഏരിയയിൽ കൂടെ പോകുന്ന വണ്ടിയില്ല. അപ്പോൾ അവർക്ക് ആകെ ഒരു വണ്ടിയേ ഉള്ളൂ. ബ്രോഡ് ഗേജ് ആക്കി ശരിക്കും അവർക്കല്ലേ നല്ലത്. ഇതെന്താണ് ആക്കാത്തതെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഒന്നെങ്കിൽ ബ്രോഡ് ഗേജ് ആക്കണം, അല്ലെങ്കിൽ ഇത് ഹെറിറ്റേജ് ട്രെയിൻ തന്നെ ഓടിക്കണം. ഹെറിറ്റേജ് തന്നെ ഓടിച്ച ഒരു പ്രശ്നമില്ല. ഇത് രണ്ടും അല്ലാത്ത രീതിയിലാണ് ഓടിക്കുന്നത്. എനിക്കറിയില്ല എന്തുവാണ്. ഇത് ഭാവ്നഗർ ഡിവിഷനാണ് ഇത് വരുന്നത് കേട്ടോ. വെസ്റ്റേൺ റെയിൽവേയുടെ ഭാവ്നഗർ ഡിവിഷൻ. നിങ്ങൾക്ക് അവിടെ കുറേ ഡീസൽ ലോക്കോ കിടക്കുന്നത് കണ്ടോ? അതാണ് ഇവിടുത്തെ ട്രിപ്പ് ഷെഡ് എന്ന് പറയുന്നത്. അതായത് ഈ ലോക്കോസിൻ്റെയൊക്കെ മെയിൻ്റനൻസ് എടുത്തിട്ടുണ്ട്. പഴയ ലോക്കോസ് അല്ലേ, നല്ല പഴക്കമുള്ള YDM4 ലോക്കോസാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് നടത്തുന്നതെല്ലാം ഇവിടെ വെരാവലാണ്. ഈ കോച്ചിൻ്റെയും പിന്നെ ഈ ലോക്കോയുടെ എല്ലാം ഇവിടെ വെരാവലിൽ തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ ഗിർ ഫോറസ്റ്റ് വഴി പോകുന്ന നമ്മുടെ വെരാവൽ ജുനാഗഡ് പാസഞ്ചർ അങ്ങനെ വെരാവൽ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. കറക്റ്റ് 6:15. വെട്ടം വരാൻ വേണ്ടി ഒരു 6:45 ആവും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുക്കും വെട്ടം വരാൻ വേണ്ടി. കാരണം ഇവിടെ താമസിച്ച് നേരം വെളുക്കും, ലേറ്റായിട്ട് നേരെ ഉരുട്ടും. അങ്ങനെയാണ് ഇപ്പോൾ പരിപാടി. ഇന്ത്യൻ റെയിൽവേയുടെ പഴയ കോച്ചും പുതിയ കോച്ചും നോക്കിയേ, ഭയങ്കര അടിപൊളി കമ്പാരിസൺ. കേട്ടോ നോക്ക്, നല്ല പുകയൊക്കെ തൊപ്പി ആ ഡീസൽ എന്തിന്റെ സൗണ്ട് കേട്ടോ നിങ്ങൾ, അടിപൊളിയല്ലേ. പണ്ടൊക്കെ നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും മീറ്റർ ഗേജ് ആയിരുന്നല്ലോ. അപ്പം മീറ്റർ ഗേജിൽ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളത് കമൻറ്റ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ടൈമാണ്, നല്ല കുടുക്കുമാണ്. പണ്ടൊക്കെ ലോങ് വണ്ടികളൊക്കെ വരെ മീറ്റർ ഗേജ് ആയിരുന്നല്ലോ. സമ്മതിക്കണക്കടി വണ്ടി കടക്കെ പോകുമ്പോൾ അന്നൊക്കെ കൽക്കരി എഞ്ചിനായിരുന്നു. ഇതിപ്പോൾ ഡീസൽ അല്ലേ, എന്നിട്ടും ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ കൽക്കരി എഞ്ചിനൊക്കെ എന്ത് സൗണ്ട് ആയിരിക്കും. അത്യാവശ്യം നല്ല സ്പീഡുണ്ട് കേട്ടോ, നല്ല സൗണ്ടാണ്, നല്ല സ്പീഡും ഉണ്ട്. ഒരു 50-60 അങ്ങോട്ട് സ്പീഡുണ്ട്. ഭയങ്കര സൗണ്ടാണ് പുറത്തെ. വെട്ടം ഇങ്ങനെ പയ്യെ വരുന്നതേ ഉള്ളൂ. ഇവിടെ കുറേ തെങ്ങ് കാണാൻ പറ്റും, നമുക്ക് ഇഷ്ടം പോലെ തെങ്ങ് കാണാൻ പറ്റും. ഈ കാണുന്നതൊക്കെ തെങ്ങാണ് കണ്ടോ, വെട്ടം മഴയ്ക്ക് വരുന്നില്ല, ഫുള്ള് തെങ്ങാണ് കേട്ടോ. കുറേ തെങ്ങുണ്ട് ഈ ഭാഗത്ത്. നമ്മൾ കഴിഞ്ഞ ദിവസം വെരാവൽ എക്സ്പ്രസ് വരാതെ കണ്ടതാണ്.
കുറേ തെങ്ങുണ്ട്. നമ്മുടെ പാസഞ്ചറിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ കണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാവനീൻ്റെ എന്നൊരു സ്റ്റേഷനാണ്. ഫുള്ള് ഇവിടെ മൊത്തം പ്ലെയിൻ ലാൻഡാണ് മൊത്തം കേട്ടോ. ഫുള്ള് പ്ലെയിൻ ലാൻഡാണ്. കുറച്ചുകൂടെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഈ മലകളൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്നാലും പോയി നോക്കാം. ഇവിടുത്തെ സിഗ്നലിംഗ് ഒക്കെ മറ്റേ സെമാഫോറാണ്. മറ്റേ ടോക്കണൊക്കെ പിടിച്ചിട്ടൊരു പുള്ളി നിൽക്കുന്നതാണല്ലോ. വേണ്ട സ്റ്റേഷനൊക്കെ പഴയതായിരുന്നു, പക്ഷെ അത് അവർ പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ആ കാണുന്നതാണ് സെമാഫോർ സിഗ്നൽ എന്ന് പറയുന്നത്. പഴയ ടൈപ്പ് സിഗ്നലിംഗ് ആണ് കേട്ടോ. ഇതിപ്പോൾ അങ്ങോട്ടേക്കുള്ള സിഗ്നലാണ്. അതിപ്പോൾ നേരെ ഇരിക്കുകയാണ് സ്റ്റോപ്പ് എന്നാണ്. ആ ഹാൻഡ് താപ്പോട്ടായ പച്ചയെന്നാണ് കേട്ടോ. ഈ സാസൻ ഗിർ, അതായത് ഗിർ ഫോറസ്റ്റിൽ ഈ സഫാരിക്ക് പോകുന്ന ആൾക്കാരൊക്കെ കുറേ പേര് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഗിർ ഫോറസ്റ്റിൽ സഫാരിക്ക് പോകണമെങ്കിൽ ഈ സാസൻ ഗിർ ഇറങ്ങിയാൽ അവിടെ അടുത്ത് തന്നെ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്. ഹോട്ടൽസ്, സഫാരി കൊണ്ടുപോകുന്ന ആൾക്കാർ, അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാം കൃഷി സ്ഥലങ്ങളാണ്. ഇഷ്ടം പോലെ കൃഷി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പലതരം നമുക്ക് തെങ്ങ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഭാഗത്തോട്ട് ഇഷ്ടം പോലെ തെങ്ങുണ്ട്. എന്താ അല്ലേ, ഇത് ഒരു വെറൈറ്റി ലാൻഡ്സ്കേപ്പാണ്. തെങ്ങുണ്ട്, വാഴയുണ്ട്. നമ്മുടെ കേരളം പോലെ തന്നെ ഏകദേശം. നമ്മൾ ശരിക്കും ഗിർ ഫോറസ്റ്റിൽ കയറുന്നത് സാസൻ ഗിർ എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്. അതാണ് ആ ഗിർ ഫോറസ്റ്റിന് എൻട്രി പോയിന്റ്. ഭയങ്കര ശബ്ദമാണ്. അപ്പോൾ ഈ സാസൻ ഗിർ സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് ഈ ഗിർ ഫോറസ്റ്റിലേക്ക് കയറുന്നത് കേട്ടോ. നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് തലാല ജംഗ്ഷൻ എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഇതൊരു ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡെൽവാഡ എന്ന സ്ഥലത്തേക്കുള്ള ബ്രാഞ്ച് ലൈൻ തിരിയുന്നത് ഇവിടെ നിന്നാണ്. ഈ തലാല ജംഗ്ഷനിൽ നിന്നാണ്. ഇവിടെ ഒരു മീറ്റർ ഗേജ് ട്രെയിൻ കിടപ്പുണ്ട്. ഇതെന്താണ് ഇവിടെ കിടക്കുന്നത് അറിയത്തില്ല. കണ്ടോ? അപ്പോൾ ഇതാണ് തലാല ജംഗ്ഷൻ. ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല ആളുണ്ട് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫുള്ള് അപ്പോൾ ആൾക്കാർ കയറി ഫുള്ളാവാൻ വേണ്ടി. ഇതിവിടെ വെറുതെ കിടക്കുന്ന റേക്കാ കേട്ടോ. ഒന്നും ഇല്ല കാര്യമായിട്ട്. അവിടെ ലോക്ക് പോലും ഇല്ല. എനിക്ക് തോന്നുന്നു ചുമ്മാ കൊണ്ടിട്ടേക്കുന്ന റേക്കാന്ന് തോന്നുന്നുണ്ടോ. നോക്ക്. പക്ഷെ നല്ല രസമുണ്ടല്ലോ കാണാൻ വേണ്ടി. ബ്രൗൺ കളർ പണ്ടത്തെ. ഗുജറാത്തിലെ വാഴത്തോട്ടം കണ്ടോ നിങ്ങൾ? നോക്ക്, വാഴ എല്ലാ സാധനവും ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഡെൽവാഡയ്ക്കുള്ള ലൈൻ തിരിയുന്നത് കണ്ടോ. അത് കണ്ട് ഈ ലൈൻ കണ്ടോ, ഈ ലൈനാണ് ഡെൽവാഡയ്ക്ക് പോകുന്ന ലൈന്. അപ്പോൾ അത് ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ഈ ഡെൽവാഡയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദാമനാൻ ദിയുവിലെ ദിയുവിനടുത്തുള്ള ഒരു സ്റ്റേഷനാണ് ഈ ഡെൽവാഡ എന്ന് പറയുന്നത്. ഇവിടൊക്കെ മാവ് നിൽക്കുന്നുണ്ടോ? മാവ് നോക്ക്, എന്തുവല്ലേ, ഫുള്ള് മാങ്ങ. അടിപൊളി. അതിലൊക്കെ മാങ്ങയുണ്ട്. കൊള്ളാം. മാവ്, തെങ്ങ്, ഇനി പ്ലാവ് ഉണ്ടോ എന്ന് ആർക്കറിയാം.
എന്തായാലും മാവ്, തെങ്ങ്, വാഴ എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചിത്രവാടം എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ബിൽഡിംഗ് നിങ്ങൾ കണ്ടോ, പഴയ ഒരു ബിൽഡിംഗ് നോക്കി. എന്തുപാടി ഇത്? അയ്യോ, ഇത് സ്റ്റേഷനൊന്നും പറയാൻ പറ്റത്തില്ല. കണ്ടോ, ഒന്നുമില്ല ഇവിടെ. എന്തായാലും നമ്മൾ ഇത്ര നേരം വന്നൊന്നും കുഴപ്പമില്ലല്ലോ. പക്ഷേ ഈ സ്റ്റേഷൻ ഭയങ്കര സ്ട്രേഞ്ച് തോന്നണോ. അടുത്ത സ്റ്റേഷനാണ് സാസൻഗർ എന്ന് പറയുന്നത്. അവിടെ അത്യാവശ്യം ആൾക്കാർ കയറാനും ഇറങ്ങാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഗിർ ഫോറസ്റ്റിൽ കയറുന്നത്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സ്റ്റേഷന് മുന്നേ തന്നെ ഗിർ ഫോറസ്റ്റിൻ്റെ ആ ഒരു ബോർഡറൊക്കെ കഴിയും. അപ്പോൾ സാസൻഗിറാണ് അടുത്ത സ്റ്റേഷൻ. അവിടെ നിന്ന് നമ്മൾ ഗിർ വനത്തിൽ കയറും. ഗിർ വനം. അൺമാൻഡ് ലെവൽ ക്രോസിങ്സ് ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് തോന്നുന്നു ട്രെയിൻ കുറച്ച് നേരം പയ്യാണ് പോകുന്നത്. ഈ ഒരു സ്പീഡേ ഉള്ളൂ. എനിക്കൊന്ന് 30 തോന്നുന്നു സ്പീഡ്. അപ്പോൾ അൺമാൻഡ് ലെവൽ ക്രോസിങ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഈ റൂട്ടിൽ കേട്ടോ. ഇതേപോലെ കുറേ ഹോം സ്റ്റേയും കുറേ റിസോർട്ടൊക്കെ കാണാൻ പറ്റും. കാരണം ഇത് ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ ഗിർ ഫോറസ്റ്റിന് ഈ ഒരു സഫാരി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് ഹട്ട്, എന്തൊക്കെ ഹട്ട് കണ്ടോ, എനിക്ക് കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ഫൈനലി നമ്മൾ കണ്ട ഗിർ ഫോറസ്റ്റിനുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതിപ്പോൾ ഗിർ ഫോറസ്റ്റിൻ്റെ ബോർഡറാണ്. ഗിർ ഫോറസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇനി സാസൻഗിർ എന്ന സ്റ്റേഷൻ നമ്മളിപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്. വണ്ടി ഒരു 10 മിനിറ്റ് അടുപ്പിച്ചെന്തോ ലേറ്റാണിപ്പോൾ. ഇവിടെ മഴയത്ത് വരണം, അന്യായ വൈബാണ്. ഞാനും ചേട്ടനും കൂടെ അന്ന് അയ്യൻപി ട്രിപ്പ് വന്നപ്പോൾ മഴയത്ത് വന്നാണ്, ഒരു രക്ഷയില്ല. പക്ഷേ ഇത് ഈ റൂട്ടിൻ്റെ ഒരു അനിശ്ചിതത്വം ഉള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നത്. കാരണം ഇത് എപ്പോൾ വേണം അടച്ചു പൂട്ടാം. ട്രെയിൻ പോലും മര്യാദയ്ക്ക് ഓടുന്നില്ല ഈ റൂട്ടിൽ, അറിയോ. ഫുള്ള് നല്ല രസമാണ്. ഇതിപ്പം ഉണങ്ങി കിടക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഗിർ ഫോറസ്റ്റിൽ, ഗിർ വനത്തിൽ നമ്മളങ്ങനെ പ്രവേശിച്ചിരിക്കുകയാണ് ഫൈനലി. ഈ സാസൻഗർ എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു ടൗൺ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഇതേപോലെ ഹോട്ടലുകളും റിസോർട്ടുകളും ഹോം സ്റ്റേ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഈ ജീപ്പ് സഫാരി, പിന്നെ സഫാരിക്ക് വന്ന വണ്ടികൾ കിടക്കുന്നുണ്ടോ, സഫാരിക്ക് പോകുന്ന ആൾക്കാരെല്ലാം ഇവിടെ വന്നാണ് ഇറങ്ങുന്നത്. അവരുടെ ഒരു ബേസ് ക്യാമ്പാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങിയാലും നമുക്ക് ഈ സഫാരിക്ക് പോയാലും നമുക്ക്
നമ്മളെ ഗിർ ഫോറസ്റ്റിലെ നമ്മുടെ സിംഹ കുട്ടികളെ കാണാൻ പറ്റും നമുക്ക്. വണ്ടികൾ നടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ വണ്ടികളൊക്കെ. ഈ ടൂറിസ്റ്റുകളെ കൊണ്ട് വരുന്ന വണ്ടികൾ, GSRTC ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഗിർ ഫോറസ്റ്റിലേക്ക് പോകാനുള്ള നമ്മുടെ സാസൻ ഗിർ റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് ഇത് അത്യാവശ്യം നല്ല അടിപൊളി സ്റ്റേഷനാണ്. ഈ റൂട്ടിൽ അത്യാവശ്യം കൊള്ളാവുന്നൊരു സ്റ്റേഷനാണ്. മീൻസ് സൗകര്യങ്ങളൊക്കെ ഉള്ള സ്റ്റേഷനാണ് ഈ സാസൻ ഗിർ. അത്യാവശ്യം നല്ല നീറ്റ് നല്ല ഭംഗിയുള്ളൊരു സ്റ്റേഷൻ കൂടാണ്. ഇവിടെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ സാസൻ ഗിർ. അപ്പോൾ ഇവിടെ പുറത്തിറങ്ങിയാൽ ഇതേപോലെ ആൾക്കാരൊക്കെ വന്ന് ടാക്സിയൊക്കെ വരും. ഇതാണ് മറ്റേ ആ സിഗ്നൽ മാറ്റുന്ന ട്രാക്ക് മാറ്റുന്ന സംഭവമില്ല, അതാണ് ക്യാബിനില്ല, അതാണ് സംഭവം. ശരിക്കും പ്രോപ്പർ ഗിർ ഫോറസ്റ്റ് ആണ്. നമ്മൾ ഗിർ ഫോറസ്റ്റിനകത്ത് ശരിക്കും പ്രവേശിച്ചിരിക്കുകയാണ് ഇപ്പം. ഇനിയിപ്പോൾ ഒരു സ്റ്റേഷൻ കൂടെ കഴിഞ്ഞാൽ, ഒരു സ്റ്റേഷൻ ഗിർ ഫോറസ്റ്റിനകത്തുള്ള സ്റ്റേഷൻ കൂടെ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഗിർ ഫോറസ്റ്റ് കഴിഞ്ഞ് പുറത്തോട്ട് നടക്കും. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ കാണാൻ പോകുന്നത് പക്ക ഗിർ ഫോറസ്റ്റ് ആണ്. ഇങ്ങനെ സിംഹത്തിനൊന്നും കാണാൻ പറ്റത്തൊന്നുമില്ല, അതൊക്കെ ഒത്തിരി ഉള്ളിലാണ്. അപ്പോൾ കാട് കാണാൻ പറ്റും. കാട്ടിനകത്തോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ റോഡൊക്കെ കാണാൻ പറ്റും. അത് മറ്റേ സഫാരി കൊണ്ടുപോകുന്ന റോഡാണ്. ഇപ്പോൾ ഒരെണ്ണം കണ്ടേരാ, ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴേക്കും അത് പോയി. ഇതിലോട്ടേ കാണിക്കാം. പക്ക കാടാണ്. പക്ക കാടെന്ന് വെച്ചാൽ പക്ക കാട്, ഒന്നുമില്ല, ഒരു വീടോ അങ്ങനെ ഒന്നുമില്ല. ഇതിപ്പോൾ ഈ വെയിലായിട്ടാണെങ്കിൽ ഉണങ്ങി വരണ്ട് കിടക്കുന്നത്. അവിടെ ഒരു വഴിയുണ്ട്, ആ വഴിയാണ് ഈ സഫാരിക്കൊക്കെ കൊണ്ടുപോകുന്നത്. കണ്ടോ, ജംഗൽ സഫാരിയില്ല കേട്ടോ, ഇഷ്ടംപോലെ അങ്ങനത്തെ വഴികളുണ്ട് ഈ റൂട്ടിൽ. ബസ് മറ്റേ ഓപ്പൺ ജീപ്പാണ്, മറ്റേ കവേർഡ് എന്നല്ല, ഓപ്പൺ ആണ്. പക്ഷേ ലയണിനെ കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ പോയിട്ടില്ല, സഫാരിയിലൊന്നും പോയിട്ടില്ല. പക്ഷെ അതൊരു ഒന്നൊന്നര വൈബാന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. ഇല്ല കേട്ടോ, ഫുള്ള് വരണ്ട് കിടക്കാണ്. പച്ചപ്പന സാധനമേ ഇല്ല. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. നമ്മള് വെരാവൽ നിന്നതിനെക്കാട്ടും നല്ല തണുപ്പുണ്ട് രാവിലെ ആണെങ്കിലും. ഇവിടെ അനിമൽ ക്രോസിങ്ങിന്റെ വാർണിംഗ് ബോർഡൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, നോക്കിയേ, എന്താ ഗുജറാത്തിൽ എഴുതിയിട്ടിരിക്കുന്നുണ്ടോ.
അനിമൽ ക്രോസിങ്ങിന്റെ വാണിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അനിമൽ ക്രോസിംഗ് ഒക്കെ ഉണ്ടാവും. മയില് നിക്കുന്നുണ്ടോ? മയില് അമ്മേ സോ അടിപൊളി. ഒരു വൈൽഡ് ആനിമലായിട്ട് ഇപ്പൊ ഒരു മയിലിനെ മാത്രമേ കണ്ടുള്ളൂ, വേറെ ഒന്നിനെ കണ്ടില്ല. അടുത്ത മയിൽ. ഇവിടെ കുറെ മയിലുണ്ട് കേട്ടോ. പറന്നു പോകുന്നു അങ്ങോട്ട്. മയില് കുറെ ഉണ്ട് കേട്ടോ ഇവിടെ. അത് മാത്രം ഉള്ളെന്ന് തോന്നുന്നു. കണ്ടിരിക്കുന്ന കണ്ട. കണ്ട. അയ്യോ, അതൊന്ന് വിടർത്തിയായിരുന്നെങ്കിൽ അമ്മേ പൊടിയായേനെ. കൻസിയാനെസ് എന്നൊരു സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഗിർ ഫോറസ്റ്റ് ഓൾമോസ്റ്റ് കഴിയാറായി, ബോർഡറായി. ഗിർ ഫോറസ്റ്റിന് ഒരറ്റത്ത് നിന്ന് കയറി നമ്മൾ അടുത്ത അറ്റത്ത് വന്ന് ചാടിയിരിക്കുകയാണ്. അപ്പോൾ സിഗ്നൽ കിട്ടിയത് അതാണ് നമ്മുടെ സെമാഫോർ സിഗ്നൽ കേട്ടോ. ഇതാണ് ആ സിഗ്നൽ മാറ്റുന്ന പുള്ളിയാണിത്. നോക്ക്, ആ സാസൻ ഗിർ മുതൽ പിന്നെ ഈ കെൻസിയാനെസ് എന്ന സ്റ്റേഷൻ വരെയാണ് ശരിക്കും ഈ ഫോറസ്റ്റ് ഏരിയ ഉള്ളത്. ഇവിടെ എല്ലാം മയിൽ നിൽക്കുന്നുണ്ട്. നോക്ക്, എല്ലായിടത്തും ഇടും. ഇവിടെ ഒരു 5 മിനിറ്റ് നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി എന്തോ വെള്ളമൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ 5 മിനിറ്റ് ഇവിടെ വണ്ടി നിർത്തും. മയിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ മയിലുണ്ട് ഇവിടെ. നോക്ക് എന്തോരം അല്ലേ. ഈ മീറ്റർ ഗേജ് കോച്ചിന് ശരിക്കും ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് താഴെയാണ് എല്ലാം വീഴുന്നത് കേട്ടോ. ഇത് മറ്റേ താഴെ വീഴുന്ന സംഭവമാണ്, പഴയ ടൈപ്പാണ്. ഇതാണ് അതിൻ്റെ കപ്ലിങ് കണ്ടോ. വലിയ സുഖമൊന്നുമില്ല ഞാൻ തിരിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ ഒരു പഴയൊരു ക്ലാസിക് വൈബ്. ഇതൊരു സ്റ്റേഷൻ ആണെങ്കിലും ഇതിൻ്റെ അടുത്ത് വീടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് അടുത്ത മയിൽ നിൽക്കുന്നു. എല്ലാം ആൺമയിലുകളാണ് കേട്ടോ. എല്ലാം ആണുങ്ങളാണ്. നമുക്ക് അതൊന്ന് ആ പീലിയൊക്കെ വിടർത്തി ഒന്ന് നിൽക്കുകയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ. ഇവിടെ ക്രോസിംഗ് ഉണ്ട് കേട്ടോ. മറ്റേ രാവിലെ ജുനാഗഡ് നടന്ന ജുനാഗഡ് വെരാവൽ പാസഞ്ചർ കണ്ട് വരുന്നുണ്ട്. ക്രോസിംഗ് ഉണ്ടപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഈ മീറ്റർ ഗേജ് ലോക്കോസിന്റെ ഒക്കെ നമ്പർ ശ്രദ്ധിച്ചോ? 4 അക്ക നമ്പറാണ്. നമ്മുടെ ബ്രോഡ് ഗേജിന്റെ ലോക്കോസ് ആണ് 5 അക്ക നമ്പറാണ്. നാരോ ഗേജിന് 3 അക്ക നമ്പർ. നിങ്ങൾ ശ്രദ്ധിച്ചോ ആ കാര്യം? കണ്ട് ഈ ലോക്കോയുടെ നമ്പറാണ് 6402 എന്നാണ് ഈ ലോക്കോയുടെ നമ്പർ. ക്രോസിംഗ് ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അതാണ് ഇവിടെ 5 മിനിറ്റ് പിടിച്ചിട്ട് കേട്ടോ. അപ്പൊ ഇത് രാവിലെ ജുനാഗഡ് നിന്ന് വിട്ട വണ്ടിയാണ്. ജുനാഗഡ് വെരാവൽ പാസഞ്ചർ. ഇനിയിപ്പോ നമ്മൾ പോകും കേട്ടോ. ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. അതായത് ആ വണ്ടി പോയിട്ട് ഇനിയിപ്പം അവിടെ നിന്ന് എന്തെങ്കിലും കീ കൊണ്ട് ഇവിടെ കൊണ്ട് ഇട്ട് ആ ട്രാക്ക് എല്ലാം മാറ്റി അങ്ങനെ എന്തെങ്കിലായിരിക്കും. വണ്ടി എടുത്തിട്ടില്ല ഇതുവരെയായിട്ട്. മറ്റേ ടോക്കൺ കിട്ടണം, എന്നാലേ പോകാൻ പറ്റത്തുള്ളൂ. ആ വണ്ടി വന്നപ്പോൾ അതിലെ ക്രൂ ടോക്കൺ കൊടുക്കണമല്ലോ. ആ ടോക്കൺ മേടിച്ചിട്ടാണ് ഇപ്പം ഈ ആ പുള്ളി കൊണ്ട് നമ്മുടെ വണ്ടിയിലെ ക്രൂവിന് കൊടുക്കുകയാണ്. ആ ടോക്കൺ കൊടുത്താൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് അത്രയും ലേറ്റ് ആയത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വിടുക കേട്ടോ.
ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫുള്ള് ഇതേപോലെ കൃഷി സ്ഥലങ്ങളും പ്ലെയിൻ ലാൻഡൊക്കെ ആയിരിക്കും ഇനി. നമ്മളീ പോകുന്ന വണ്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് 52955 എന്നാണ്. ഈ വെരാവൽ ജുനാഗഡ് ഈ മീറ്റർ ഗേജ് റെയിൽവേ തുടങ്ങിയത് 1880-90 കാലഘട്ടങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര പഴക്കമുണ്ടെന്ന്. അപ്പോൾ അന്ന് ഇത് ജുനാഗഡ് സ്റ്റേറ്റ് റെയിൽവേ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ജുനാഗഡ് എന്ന് പറയുന്നത് അന്നത്തെ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു. നവാബുകളായിരുന്നു അന്ന് അത് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഈ ജുനാഗഡിൽ നിന്നും വെരാവലിലേക്ക് ഈ വ്യാപാര ആവശ്യത്തിനും പിന്നെ ഒത്തിരി ഉള്ളിലേക്കുള്ള ആൾക്കാർക്ക് വെരാവലിലേക്കൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു റെയിൽവേ ആണ് ഈ ജുനാഗഡ് സ്റ്റേറ്റ് റെയിൽവേ. അതാണ് പിന്നെ ഇപ്പോൾ വെസ്റ്റേൺ റെയിൽവേ അക്വയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം ഇവരിപ്പോൾ അമ്രേലി വരെ ഓടുന്നുണ്ട്. അമ്രേലി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോകുമ്പോൾ വിസവഡാർ എന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നൊരു ലൈനാണ് അമ്രേലി. അപ്പോൾ ഈ പണ്ട് വെരാവൽ അമ്രേലി അങ്ങനെയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ അത് അമ്രേലി ഇവരിപ്പോൾ പോകുന്നില്ല. സർവീസൊന്നും അത്രയ്ക്ക് ഇല്ല. മീൻസ് ഇടയ്ക്കിടയ്ക്ക് ക്യാൻസൽ ചെയ്യും, ഇടയ്ക്ക് വീണ്ടും തുടങ്ങും. അങ്ങനെ ഒരു അൺസർട്ടൈനിറ്റിയാണ് ഇപ്പോഴും. അപ്പോൾ നമ്മളിപ്പം സത്താദർ എന്നൊരു സ്റ്റേഷനിൽ വന്നിട്ട് ഇപ്പോൾ കണ്ട് വിടാൻ പോകാം കേട്ടോ. പക്ക ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ വണ്ടിയിൽ സഞ്ചരിക്കുന്നത്. സാസൻഗിർ വരെ വല്ല ടൂറിസ്റ്റുകളുണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം ഇതേപോലെ ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ലോക്കൽസാണ്. ഇവിടെ ഈ സ്റ്റേഷനിലാണ് ഒരു കടയെങ്കിലും നമ്മളെ കണ്ടത്, എന്തെങ്കിലും വിൽക്കുന്നൊരു കട. അല്ലാണ്ട് എങ്ങും നമ്മളൊരു കട പോലും കണ്ടില്ല കേട്ടോ. നമ്മളങ്ങനെ വിസവഡാർ ജംഗ്ഷൻ എന്നൊരു ജംഗ്ഷനിലേക്ക് കണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ അമ്രേലി എന്നൊരു സ്ഥലത്തേക്കുള്ള ലൈൻ തിരിയുന്നത്. ഇപ്പോൾ ഈ അമ്രേലി റൂട്ടിൽ ചലാലാർ എന്നൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ ട്രെയിൻ പോകുന്നത്. ഇതാണ് വിസവഡാർ ജംഗ്ഷൻ. ഇത് അത്യാവശ്യം നല്ലൊരു മെയിൻ സ്റ്റേഷനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ആൾക്കാരൊക്കെ ഉണ്ട് കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇതുപോലൊരു മീറ്റർ ഗേജ് ട്രെയിനിൻ്റെ റേക്ക് കിടപ്പുണ്ട് കണ്ടോ. അവിടെ ഇവിടെ എല്ലാം ഓരോ റേക്ക് കൊണ്ടിട്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ലോക്കോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ക്രോസിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. രാവിലെ 8 മണിക്ക് വിടുന്ന ജുനാഗഡ് വെരാവൽ പാസഞ്ചറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ആണ് പിടിച്ചിട്ടിരിക്കുന്നത്. ഇവിടെ 20 മിനിറ്റ് ഹോൾട്ട് ഉണ്ട് നമ്മുടെ വണ്ടിക്ക്. ഇപ്പോൾ സമയം 9 മണിയായി. നമ്മൾ ലേറ്റാണ്. 20 മിനിറ്റ് സ്റ്റോപ്പും ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് ആ വണ്ടിക്ക് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ രാവിലെ ക്രോസ് ചെയ്യുന്ന കണ്ട വണ്ടി ജുനാഗഡിൽ നിന്ന് രാവിലെ 6:15 വിട്ട ജുനാഗഡ് വെരാവൽ പാസഞ്ചറാണ്. അതാണ് ആദ്യം കണ്ടത്. ഇപ്പോൾ കാണുന്നത് രാവിലെ 8 മണിക്ക് വിട്ട വണ്ടിയാണ്. പുകച്ചു തുപ്പി നമ്മുടെ ജുനാഗഡ് വെരാവൽ പാസഞ്ചറാണ്ട് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഫ്രഷ് YDM4 ലോക്കോ ആണ് കേട്ടോ വരുന്നത്. അടിപൊളി, നല്ല ലൈറ്റ്, നല്ല രസമുണ്ട് ആ ട്രെയിൻ വരുന്നത് കാണാൻ വേണ്ടി. നോക്ക്, അടിപൊളി.
9:25 നമ്മുടെ പാസഞ്ചർ ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ സമയം 10:25 ജുനാഗഡ്. സ്ലാക്കൊക്കെ ഉണ്ട്, ഓൺ ടൈം എത്തുമായിരിക്കും. ഇനി ഇവിടെ നിന്ന് 3 സ്റ്റോപ്പേ ഉള്ളൂ ഇനി ജുനാഗഡിലേക്ക്. 3 സ്റ്റോപ്പും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ജുനാഗഡ് എത്തും. അപ്പോൾ ഇതാണ് മറ്റേ അമ്രേലിയിലേക്ക് പോകുന്ന ലൈൻ, അതായത് ഇപ്പോൾ ചലാല വരെയുള്ള സർവീസ്. അപ്പോൾ ചലാലയിലേക്ക് പോകുന്ന ലൈനാണ് ഈ കാണുന്നത്, കണ്ടോ? ഈ വിസവഡാർ ജംഗ്ഷനിൽ നിന്നാണ് അത് ഡിവൈറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ വരുന്ന വഴിക്ക് നമുക്ക് 2 ജംഗ്ഷൻ കാണാം, ഒന്ന് തലാലയും പിന്നെ ഈ വിസവഡാറും. വിസവഡാർ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പാണ് ജുനി ചാവ് എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റേഷൻ എന്ന സാധനം ഇല്ല. ഇവിടെ എനിക്ക് ഗാർഡാണെന്ന് തോന്നുന്നു ടിക്കറ്റ് കൊടുക്കുന്നത്. ആരും ടിക്കറ്റ് കൊടുക്കുന്നത് അറിയത്തില്ല. ടിക്കറ്റ് എടുക്കാൻ സെപ്പറേറ്റ് ആളുണ്ടോ ഒരു പിടിയില്ല. നമുക്ക് എന്തുവാ അല്ലേ, നമ്മുടെ ഇന്ത്യൻ റെയിൽവേ തന്നെയാണോ ഇത്? ഷോ നമ്മളിപ്പോൾ ബിൽഖാൻ എന്നൊരു സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കാഴ്ചകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ കാര്യമായിട്ട്. ആ ഗിർ ഫോറസ്റ്റിന് അവിടെയൊക്കെയാണ് പിന്നെയെങ്കിലും ഉള്ളായിരുന്നത്. പിന്നെ ഫുള്ള് പ്ലെയിനാണ്, ഒന്നുമില്ല കാണാൻ വേണ്ടി മാത്രം ഒന്നുമില്ല. പിന്നെ ഈ ട്രെയിൻ ഒരു ക്ലാസിക് വൈബാന്നേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. ഒരു വാവ് ഫാക്ടറായിട്ട് വേറെ പിന്നൊന്നുമില്ല. നമ്മൾ ആ സാസൻഗിർ ആ ഭാഗമൊക്കെ അതിന് വിസവഡാർ വരെ കൊള്ളാം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അത്ര വലിയ സുഖമായിട്ട് തോന്നിയില്ല എനിക്ക്. നമ്മളിനി ഒരു സ്റ്റേഷൻ കൂടെ കഴിഞ്ഞാൽ നമ്മൾ ജുനാഗഡ് എത്തും. അപ്പോൾ ഇവിടെ ജുനാഗഡ് എത്താറാവുമ്പോൾ ഇവിടെ സൈഡിൽ കുറേ മലനിരകളൊക്കെ കാണാം. ഇത് ഗിർനർ ഹിൽസ് എന്നാണ് ഈ പറയുന്നത്. ഫുള്ള് ഡ്രൈ ആണ്, ഞാൻ പറഞ്ഞില്ല, ഒന്നും കാണാൻ മാത്രം അങ്ങനെ സുഖകരമായിട്ടുള്ള ഒന്നും ഇല്ല. ഫുള്ള് ഡ്രൈ ആണ്. പിന്നെ ട്രെയിൻ ഒരു വൈബാണ്, അതുകൊണ്ടാണ് മെയിനായിട്ട് യാത്ര ചെയ്തത്. പിന്നെ നമ്മുടെ മെയിൻ ലക്ഷ്യം ഗിർ ഫോറസ്റ്റിലൂടെയുള്ള ട്രെയിൻ യാത്ര, നമ്മളങ്ങനെ ആ ഒരു സംഭവം നമുക്ക് കിട്ടി. നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്. ഈ സ്റ്റേഷൻ്റെ പേരാണ് തൊർണിയ കേട്ടോ. ഒന്നുമില്ല, പ്ലാറ്റ്ഫോം ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ കിടക്കുകയാണ്. പ്ലാറ്റ്ഫോമിന് ആവശ്യമില്ല, കാരണം ഇതിൽ വലിയ താഴ്ച ഒന്നുമില്ലല്ലോ. പുറത്ത് കാണാൻ മാത്രം അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ ഈ ട്രെയിൻ യാത്ര ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. പഴയ കാലഘട്ടത്തിലേക്കൊരു, ഞാൻ ആദ്യമായിട്ടാണ് ഒരു മീറ്റർ ഗേജ് ട്രെയിനിൽ കയറുന്നത്. പഴയ ആ ടൈപ്പ്, പഴയ തടി സീറ്റും പിന്നെ എല്ലാം പഴയ ടൈപ്പാണ്. ഇതിനകത്തെ ലൈറ്റ് വരെ മറ്റേ പഴയ 0 വാട്ട് ബൾബില്ല, അതേപോലത്തെ ബൾബാണ്. ഒരു പ്രത്യേക ഒരു വൈബാണ് ഈ ഒരു പഴയ ട്രെയിനിൽ യാത്ര ചെയ്യും. ഇതൊന്നും അധികം നാൾ കാണത്തില്ല, മിക്കവാറും ഇത് ഉടനെ തന്നെ അടച്ചുപൂട്ടാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്തോടൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഇവിടെ നിന്ന് ജുനാഗഡ് വരെ ഒന്ന് പോയി നോക്കുക, അടിപൊളിയാണ്. ഇത് എപ്പോഴും നിങ്ങൾ പോകുമ്പോൾ ഈ ട്രെയിൻ നമ്പർ നിങ്ങൾ NTS ആപ്പിൽ സെർച്ച് ചെയ്ത് നോക്കണം. അതിൽ ട്രെയിൻ എക്സംഷൻ ഇൻഫോർമുണ്ട്, അതിൽ സെർച്ച് ചെയ്ത് നോക്കി ഈ വണ്ടി ഇപ്പോൾ ഓടുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റും. 52955 ഓടുന്നില്ലെങ്കിൽ പോരുത്. പിന്നെ ഇത് എപ്പോഴും ഒന്നും ഓടത്തില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഇവർ ക്യാൻസൽ ചെയ്ത് കളയും. അത് എന്താണ് എൻ്റെ കാര്യം എന്നറിയത്തില്ല.
ഒരു അൺസർട്ടൈനിറ്റി ഉണ്ട് ഇപ്പോഴും ഈ കാര്യത്തിൽ. യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രിക്കോഷൻ എടുക്കണം, കയ്യിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ എടുക്കണം, അല്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ് ഈ ഒരു മീറ്റർ ഗേജ് യാത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ എനിക്കൊന്ന് മീറ്റർ ഗേജ് ഉള്ളത് ഊട്ടിയിലും പിന്നെ ഇവിടെയും മാർവാട് മാവലി റൂട്ട്. അതിലിപ്പോൾ മാവലി വരെ ഒന്നും പോകുന്നൊന്നുമില്ല വണ്ടി, അതിന് മുമ്പ് ഒരു സ്ഥലം വരെ ഉള്ളൂ. അതിപ്പോൾ ഹെറിറ്റേജ് റൂട്ടാക്കി ഓടുന്നുണ്ട്. പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നു മധ്യപ്രദേശിൽ എങ്ങാണ്ട് ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാം വളരെ ചെറിയ ചെറിയ റൂട്ടാണ്. അപ്പോൾ അതൊക്കെ ഉള്ളൂ ഇപ്പോൾ മീറ്റർ ഗേജ് എന്ന് പറയുന്നത്. അന്ന് അധികം നാൾ കാണത്തൊന്നുമില്ല, എല്ലാം അടച്ച് പൂട്ടും ഉടനെ തന്നെ. അപ്പോൾ ഇത് ഹെറിറ്റേജ് അല്ലാത്തതുകൊണ്ട് എന്തായാലും അടച്ച് പൂട്ടും. ഹെറിറ്റേജ് അടച്ചു പൂട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു പ്രത്യേക ഒരു വെറൈറ്റി ഒരു യാത്രാനുഭവമാണ്. മീറ്റർ ഗേജ് ട്രെയിനിൽ യാത്ര ചെയ്യാത്ത എനിക്കൊരു പ്രത്യേക ഒരു യാത്രാനുഭവം തന്നെയാണിത്. നമ്മളങ്ങനെ ജുനാഗഡ് ടൗണിൻ്റെ ഔട്ട്സ്കേർട്സ് ഒക്കെ ആയി. ഔട്ട്സ്കേർട്സ് അല്ല, ജുനാഗഡ് ടൗൺ ആയ ഏകദേശം. ഇത് സാധാരണ ടൗണാണ് കേട്ടോ, അത്ര വലിയ ഇതൊന്നുമല്ല. നോർമൽ ഒരു സാധാരണ ഒരു ടൗൺ അത്രേ ഉള്ളൂ. ഈ ട്രാക്ക് പോകുന്നത് പക്ക ടൗണിനകത്തൂടെ കേട്ടോ. നമുക്ക് റോഡിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുന്നത്. അടിപൊളിയല്ലേ? അങ്ങനെ ഫൈനലി നമ്മൾ ജുനാഗഡ് ജംഗ്ഷനിൽ കണ്ട് കയറിയിരിക്കുകയാണ്. ഇപ്പം സമയം 10:37. വണ്ടി ലേറ്റാണ്, 12 മിനിറ്റ്. ഈ വണ്ടി ഇവിടെ നിന്ന് ഇനി 10:40 തിരിച്ചു പോകേണ്ടതാണ്. അപ്പോൾ മിക്കവാറും ഇത് വിടാൻ 11 മണിയാവും നോക്കിയോ. ഇങ്ങനെ നമ്മുടെ ഗിർ വനത്തിലൂടെയുള്ള ആ ഒരു യാത്ര, ഒരു ട്രെയിൻ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ ജുനാഗഡ് ജംഗ്ഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1A നമ്മളിപ്പോൾ വന്ന് കയറി കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ട്രെയിൻ യാത്രയായിരുന്നു. ഒരു വൈബ് എന്നാലും അടിപൊളി ഒരു വൈബ് അത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. നമ്മളിനി തിരിച്ച് വരാവല പോവാണ്. അപ്പോൾ വരാവല പോയിട്ട് നമ്മളിനി രാത്രി ദ്വാരകയിലേക്കാണ് പോകുന്നത്. ദ്വാരക ചെന്നിട്ട് ജാംനഗർ, അതാണ് അടുത്ത വീഡിയോ. അപ്പോൾ ഈ ഒരു അടിപൊളി ഈ ഒരു മീറ്റർ ഗേജ് യാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ദ്വാരക വഴി ജാംനഗർ പോകുന്നൊരു കിടിലം യാത്ര വേണ്ടിയിട്ട് കാണാം. ബൈ.